അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിൽ മുൻമന്ത്രി കെ ബാബുവിനെതിരായ നിർണായക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. ബാബുവിന്റെ ബിനാമി എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ലഭിച്ചത്. ബാബുവിനെതിരായ ബാർകോഴ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട ബാബുറാം രമേശ് ചെന്നിത്തലയ്ക്കും വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും എഴുതിയ കത്തുകൾ വിജിലൻസ് കണ്ടെടുത്തു. ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകളും വിജിലൻസ് ശേഖരിച്ചു. നാളെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ബാബുറാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കെ ബാബുവുമായി ബാബുറാമിനെ ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവ് ലഭിച്ചത്. ബാബുറാം വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും എഴുതിയ കത്തുകളായിരുന്നു അത്. ബാബുവിനെതിരായ ബാർ കോഴക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബാബുറാം ഇരുവർക്കും കത്ത് നൽകിയത്. ബാർ കോഴക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെ ബാബു സത്യസന്ധനായ നേതാവാണെന്നും ഒക്കെയായിരുന്നു കത്തിലെ പരാമർശങ്ങൾ. കത്തിന്റെ പകർപ്പും കത്ത് കൈപ്പറ്റിയതിന്റെ രേഖയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ബാബുവും ബാബുറാമും തമ്മിൽ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും വിജിലൻസ് ശേഖരിച്ചു. കുമ്പള സ്വദേശിയായ ബാബുറാം ബാബുവിന്റെ ബിനാമിയാണെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ കണ്ടെത്താനുള്ള വിജിലൻസിന്റെ ശ്രമം ഇതോടെ വിജയിച്ചു. ഇനി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. നാളെ വിജിലൻസ് ആസ്ഥാനത്തെത്താൻ ആവശ്യപ്പെട്ട് ബാബുവിന് വിജിലൻസ് കത്ത് നൽകിയിട്ടുണ്ട്. ബാബുറാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത സ്വത്ത് സംബന്ധിച്ച നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ബാബുറാം ബന്ധം തെളിയിക്കാനാകുന്നത് കേസന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അവധിയെടുത്ത അധ്യാപകനായ വിഷയത്തിലാണ് തീരുമാനം. ഇക്കാലത്തെ ശമ്പളം ജേക്കബ് തോമസ് തിരിച്ചടച്ചിരുന്നു. നടപടി ആവശ്യമില്ലെന്ന് മുൻ വിജിലൻസ് ഡയറക്ടറും ശുപാർശ ചെയ്തിരുന്നു. സർവീസിലിരിക്കെ അവധിയെടുത്ത് കൊല്ലം TKM കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത സംഭവത്തിൽ ജേക്കബ് തോമസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശി സത്യൻ നരവൂർ എന്നയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കവെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ജേക്കബ് തോമസിനെതിരെ അച്ചടക്ക നടപടി ആവശ്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇക്കാലയളവിൽ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ വേതനം ജേക്കബ് തോമസ് തിരികെ നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് മുൻപ് വിജിലൻസ് അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് മുൻ വിജിലൻസ് ഡയറക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തു. സർവീസ് ചട്ടലംഘനമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ് പരിഗണിക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. UDF സർക്കാരിൻ്റെ കാലത്ത് ജേക്കബ് തോമസ് അവധിക്ക് അപേക്ഷ നൽകിയ ശേഷമായിരുന്നു അധ്യാപകനായി ജോലി ചെയ്തത്. എന്നാൽ അന്ന് സർക്കാർ അവധി അപേക്ഷ നിരസിച്ചു. ഈ സംഭവമാണ് വർഷങ്ങൾക്ക് ശേഷം പരാതിയായി ഇപ്പോൾ കോടതിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടറായി തുടരുമെന്ന് സൂചന നൽകി ജേക്കബ് തോമസ്. വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിജിലൻസിന്റേത് കൂട്ടായ പ്രവർത്തനമാണെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരണമെന്ന് VS അച്യുതാനന്ദൻ. ജേക്കബ് തോമസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷം ആക്ഷേപിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുമെന്നും VS പറഞ്ഞു. ജേക്കബ് തോമസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാൾ ന്യായമായും ഉണ്ടാകാവുന്ന നടപടികൾ വിളംബിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നത്. അതെ, അതുകൊണ്ടാണ് നമ്മളത് കയറിയിട്ട് അത് ശരിയായ നടപടിയല്ല, അയാളൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കാര്യം. സത്യനാണല്ലോ. തുടരണം, തുടരുകയാണ് വേണ്ടത്. ചീഫ് ജസ്റ്റിസിന് കത്തയക്കാം. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുത്തു. UDF സർക്കാരിന്റെ കാലത്തെ വിദേശമദ്യ ഇൻസെന്റീവ് ക്രമക്കേടിലാണ് അന്വേഷണം. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ തയ്യാറാക്കിയ FIR തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. 2011-2014 കാലയളവിൽ വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് കൺസ്യൂമർ ഫെഡിന് ലഭിച്ച ഇൻസെന്റീവ് തുകയിൽ വൻ കുറവുണ്ടായെന്ന് കണ്ടെത്തിയതോടെയാണ് വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസെടുത്തത്. ആദ്യഘട്ടത്തിൽ ആരെയും പ്രതി ചേർക്കേണ്ടെന്നും എന്നാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ പ്രതി ചേർക്കാമെന്നും ഈ മാസം 3-ന് വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രാഥമികാന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 പേരെ പ്രതി ചേർത്തത്. CN ബാലകൃഷ്ണൻ കേസിൽ 8ാം പ്രതിയാണ്. 60 ലക്ഷം 58 ലക്ഷം വരെ ഇൻസെന്റീവ് കിട്ടിയോടത്ത് UDF സർക്കാർ വന്നതിന് ശേഷം 4 ലക്ഷത്തി സംതിങ് വരെ ഇൻസെന്റീവ് വെറുതെ എഴുതി ചേർക്കാൻ വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു സാഹചര്യം ഉണ്ടായി. കൺസ്യൂമർ ഫെഡ് മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, മുൻ MD റിജി ജി നായർ, സഹകരണ വകുപ്പ് മുൻ അഡീഷണൽ രജിസ്ട്രാർ V സുനിൽകുമാർ, മുൻ ചീഫ് മാനേജർ R അജയ്കുമാർ, മുൻ റീജിയണൽ മാനേജർമാരായ M ഷാജി, സിഷ് സുകുമാരൻ, വിദേശമദ്യ വിഭാഗത്തിലെ മുൻ മാനേജർ സുജിത കുമാരി എന്നിവരാണ് മറ്റു പ്രതികൾ. UDF അധികാരമേറ്റ ശേഷം 2011 മുതൽ 14 വരെ കൺസ്യൂമർ ഫെഡ് വഴിയുള്ള മദ്യവിൽപ്പന വൻതോതിൽ ഉയർന്നിരുന്നു. എന്നാൽ ക്രമാനുസൃതമായ വർധന ഇൻസെന്റീവ് തുകയിൽ വന്നിട്ടില്ലെന്ന് മാത്രം
മാത്രമല്ല മുൻവർഷങ്ങളെക്കാൾ കുറവും സംഭവിച്ചു. 2014 ആകെ 4 ലക്ഷം രൂപ മാത്രമാണ് ഇൻസെന്റീവായി കണക്കുകളിൽ കാണുന്നത്. എന്നാൽ ടോമിൻ ജെ തച്ചങ്കരി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം 2015 90 ലക്ഷം രൂപ ഇൻസെന്റീവായി ലഭിച്ചെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളം ഐക്യവേദി പ്രസിഡന്റ് ജോർജ് വട്ടകുളമാണ് പരാതിക്കാരൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് മന്ത്രി AK ബാലൻ. കർഷകർക്ക് ദ്രോഹകരമായ ഒരു നടപടിയും സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്നും മുൻ സർക്കാർ നിലപാട് തന്നെയാണ് LDF സർക്കാരും തുടരുന്നത് എന്നും AK ബാലൻ നിയമസഭയിൽ വ്യക്തമാക്കി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് വിഷയത്തിൽ സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 123 വില്ലേജുകളെ ജനവാസ മേഖലയായതിനാൽ ഒഴിവാക്കണമെന്ന നിലപാടാണ് മുൻ UDF സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഈ സർക്കാർ ഇതിനെതിരായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്നും അത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. 123 വില്ലേജുകളിലെ മുഴുവൻ പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അന്തിമ വിജ്ഞാപനം വരുമ്പോൾ മലയോര കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരത്തിലൊരു സത്യവാങ്മൂലവും സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല. ഒരു ക്വാറി ഉടമയുടെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ വന്ന കേസിൽ സ്റ്റേറ്റ് ലെവൽ ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റിയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്ത പശ്ചാത്തലത്തിൽ നിലവിൽ ഒരു പ്രശ്നവുമില്ല. മുൻ UDF സർക്കാർ സ്വീകരിച്ച അതേ സമീപനമാണ് ഈ സർക്കാരിനുള്ളത്. മറിച്ചൊരു നയം മാറ്റവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ലെന്നും മറുപടിയായി മന്ത്രി K രാജു സഭയിൽ വ്യക്തമാക്കി. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ UDF-ഉം LDF-ഉം കഴിഞ്ഞ നിയമസഭയിൽ ഏകകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല. LDF സർക്കാരിന്റെ ഭരണകാലത്ത് കർഷകർക്ക് ആശങ്ക വേണ്ട. മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച പൊതുതത്വത്തിൽ നിന്ന് ഈ സർക്കാർ പിന്മാറുകയില്ലെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി AK ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. എന്താണോ പൊതു കോൺസെൻസസോടുകൂടി പ്രമേയം പാസാക്കിയത് ആ പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ നിൽക്കുന്നു. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ UDF-നോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആ പൊതുതത്വത്തിൽ നിന്ന് ഒരിക്കലും ഗവൺമെന്റ് പിന്മാറുകയില്ല. ഇതാണ് സാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനും കേരളത്തിലെ ജനതക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാനുള്ള ഉറപ്പ്. അതേസമയം 123 വില്ലേജുകളെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് കാണിച്ചാൽ അത് കേന്ദ്രം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ കർഷകരെ ദോഷകരമായി ബാധിക്കും. കർഷകരുടെ ഭാവി തുലാസിലാക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ മന്ത്രി AK ബാലന്റെ വിശദീകരണത്തിന്റെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്താതെ സഭാ നടപടികളുമായി സഹകരിക്കുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ ചോദ്യോത്തരവേളയിൽ ചിരിയുണർത്തി സാമാജികരുടെ സൗന്ദര്യം സംബന്ധിച്ച ചർച്ച. സൗന്ദര്യം കുറഞ്ഞയാൾ താനാണെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞപ്പോൾ സ്പീക്കറും സഭയും ആ വാദം തള്ളി. സംസ്ഥാനത്തെ റോഡുകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ നിയമസഭാ സാമാജികരുടെ സൗന്ദര്യം വിലയിരുത്തിയത്. നിയമസഭയിലും മന്ത്രിസഭയിലും സൗന്ദര്യം കുറഞ്ഞയാൾ താനാണെന്ന് സുധാകരൻ വെളിപ്പെടുത്തി. പിന്നെ എനിക്കാണെങ്കിൽ സാമാജികന്മാരിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ആള് ഞാനാണ്. എനിക്ക് നന്നായിട്ട് മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം. അപ്പോൾ എനിക്കതുകൊണ്ട് സൗന്ദര്യബോധത്തെ പറ്റി നല്ല ഇതാണ്. കേരളത്തിൽ തന്നെ സൗന്ദര്യം കുറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ സുധാകരന്റെ സൗന്ദര്യം സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. സുന്ദരനല്ലെന്ന വാദത്തോട് സഭ യോജിക്കുന്നില്ലെന്നായി സ്പീക്കർ. അങ്ങ് പറഞ്ഞത് ആരും സമ്മതിക്കില്ല, ആരും എന്നോട് യോജിക്കുന്നില്ല. എന്റെ ബോധമാണ് ഞാൻ പറഞ്ഞത്. അങ്ങാണ് ഏറ്റവും സുന്ദരനാണ്. സ്പീക്കറുടെ പരാമർശം അംഗീകരിച്ച സുധാകരൻ തന്റെ സൗന്ദര്യ സങ്കല്പവും സഭയിൽ തുറന്നു പറഞ്ഞു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുന്ദരമായ മുഖം മനസ്സും അതുപോലെ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തരവേളയിൽ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയവെയാണ് നിയമസഭയിലെയും മന്ത്രിസഭയിലെയും സൗന്ദര്യം ചർച്ചാ വിഷയമായത്. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അഭിഭാഷകർക്കെതിരെ ആഞ്ഞടിച്ച് സെബാസ്റ്റ്യൻ പോൾ. വിശദീകരണമില്ലാതെ അക്രമാസക്തരാകുന്ന 2 വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് തെരുവ് നായ്ക്കളും 2 അഭിഭാഷകരുമാണ്. തെരുവ് നായ്ക്കൾക്ക് ചികിത്സയുണ്ട്, എന്നാൽ അഭിഭാഷകർക്ക് എന്തു ചികിത്സ നൽകണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിൽ 2 വിഭാഗമാണ്. ഒരു വിശദീകരണം കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് അക്രമാസക്തരായിരിക്കുന്നത്. ഒരു വിഭാഗം കേരളത്തിലെ നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ്. അത് ഒരിടത്ത് മാത്രമല്ല, കേരളം ഒട്ടുക്ക് അതേ അവസ്ഥയിലായി അഭിഭാഷകർ. വയലൻ്റായ മനുഷ്യനിങ്ങനെ കടിച്ചികറാൻ നടക്കുന്ന നായ്ക്കൾക്കുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നുണ്ട്. ആ ചികിത്സ നടത്തി പൂർവ്വസ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിട്ടാൽ നായ്ക്കൾ അക്രമ സ്വഭാവം പിന്നെ കാണിക്കില്ല എന്നതിന് പത്രത്തെ വായിച്ചാണ്. ആ ട്രീറ്റ്മെന്റ് അവർക്ക് നൽകണമെന്ന് ഞാൻ പറയുന്നില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്
സ്പീക്കറുടെ കത്ത്. മാധ്യമപ്രവർത്തകർക്ക് നിർഭയമായി കോടതിയിൽ പോകാൻ അവസരമുണ്ടാക്കണമെന്ന് സ്പീക്കർ കത്തിൽ ആവശ്യപ്പെടുന്നു. ജെഎൻയുവിൽ വിദ്യാർത്ഥികളുടെ ഉപരോധ സമരം അവസാനിച്ചു. ജെഎൻയുവിൽ ആക്രമണം നടത്തിയ ABVP-കാർക്കെതിരെ സർവകലാശാല നടപടിയെടുക്കുമെന്ന വൈസ് ചാൻസലറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, വിശദവിവരങ്ങൾ. അരുൺ, വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും ബന്ദികളാക്കി വിദ്യാർത്ഥികൾ നടത്തിവന്ന ഉപരോധ സമരമാണ് 24 മണിക്കൂറിന് ശേഷം പിൻവലിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി ദില്ലി സർവകലാശാല സ്റ്റുഡന്റ് യൂണിയൻ ഭാരവാഹികളും സർവകലാശാല അധികൃതരുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായ സമവായത്തെ തുടർന്നാണ് തീരുമാനം. നജീബിനെ മർദ്ദിച്ച ABVP-കാർക്കെതിരെ 2 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുമെന്ന് വൈസ് ചാൻസലർ ഉറപ്പ് കൊടുത്തു. ഇതിനെ തുടർന്നാണ് ഉപരോധ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ മറ്റു സമരമാർഗങ്ങൾ തുടരുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലേക്ക് JNUവിലെ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും. പ്രധാനമായും JNU അധികൃതർ ഈ നജീബിനെ കാണാതായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകണമെന്നാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ABVP-കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങളുമായി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അരുൺ. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. നിലവിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിനകം ധനസഹായം നൽകിയെന്നും കേരളം അറിയിച്ചു. തെരുവുനായ പ്രശ്നം കേരളത്തിൽ ഇത്ര രൂക്ഷമാകാൻ കാരണം എന്താണ് എന്നും സുപ്രീം കോടതി ചോദിച്ചു. തെരുവുനായ പ്രശ്നം പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വിശദമായ വാദം കേൾക്കൽ സുപ്രീം കോടതി ആരംഭിച്ചു. കേരളത്തിൽ മാത്രം തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമാകാൻ കാരണമെന്തെന്ന സംശയം കോടതി ഉയർത്തി. കടിയേറ്റു കൊല്ലപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും ധനസഹായം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, UU ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു. തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറെന്നറിയിച്ച സംസ്ഥാന സർക്കാർ ഇതിനകം സമാനമായ സാഹചര്യത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം പരിക്കേൽക്കുന്ന എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ലെന്നും അറിയിച്ചു. കേസ് തുടർവാദത്തിനായി അടുത്ത മാസം 17 മാറ്റി. ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ റിപ്പോർട്ട് ഈ കേസിലെ എല്ലാ കക്ഷികൾക്ക് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശിവകാശിയിൽ ലോറിയിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കുന്നതിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. 20ഓളം പേർക്ക് പൊള്ളലേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ദുരന്തത്തെക്കുറിച്ച് വിരുദനഗർ ജില്ലാ ഭരണകൂടവും ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവകാശി ബൈപ്പാസ് റോഡിലെ രാഘവേന്ദ്ര ഫയർവർക്സ് എന്ന കടയിലേക്ക് പടക്കങ്ങൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് അപകടം. കളർ തീപ്പെട്ടിയുടെ പെട്ടി താഴെ വീണതിനെ തുടർന്ന് തീ പിടിക്കുകയായിരുന്നു. പടക്കക്കടയ്ക്കും പടക്കം കൊണ്ടുവന്ന ലോറിക്കും തീ പടർന്നതാണ് ആൾനാശം സംഭവിക്കുകയും 20ഓളം പേർക്ക് പൊള്ളലേൽക്കാനുമുള്ള സാഹചര്യം ഒരുക്കിയത്. പൊള്ളലേറ്റവരെ ശിവകാശിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 5 സ്ത്രീകളും പടക്കക്കടയ്ക്ക് സമീപത്തെ ദേവകി സ്കാൻ സെന്റർ ഉടമ ഭാസ്കറും ഉൾപ്പെടും. സ്കാൻ സെന്ററിൽ എത്തിയവരാണ് കൊല്ലപ്പെട്ട സ്ത്രീകൾ. പുക സ്കാൻ സെന്ററിലേക്ക് പടർന്ന് ശ്വാസം മുട്ടിയാണ് സ്ത്രീകൾ മരിച്ചതെന്ന് വിരുദനഗർ ജില്ലാ കളക്ടർ ശിവജ്ഞാനം അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ദീപാവലി പ്രമാണിച്ച് അളവിൽ കൂടുതൽ പടക്കം ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്ന് എക്സ്പ്ലോസീവ് അധികൃതർ പരിശോധന ശക്തമാക്കുകയും അനധികൃത ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. തീപിടുത്തത്തെക്കുറിച്ച് വിരുദനഗർ RDO അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. VS അച്യുതാനന്ദന് ഇന്ന് 93ാം പിറന്നാൾ. പതിവ് പോലെ തീർത്തും ലളിതമായിരുന്നു VSന്റെ ഔദ്യോഗിക വസതിയിലെ ജന്മദിനാഘോഷം. നിയമസഭയും VSന് ആശംസകൾ നേർന്നു. കവടിയാർ ഹൌസിലും ആശംസാ പ്രവാഹമായിരുന്നു ജനനായകന്. കേരളത്തിന്റെ സമരയൗവനം ഇനി 93ന്റെ ചുറുചുറുക്കിൽ. പതിവ് പോലെ തീർത്തും ലളിതം തന്നെയായിരുന്നു ഈ വിപ്ലവസൂര്യന്റെ ഇത്തവണത്തെ പിറന്നാളാഘോഷവും. രാവിലത്തെ പതിവ് നടത്തത്തിനു ശേഷം സൂര്യനമസ്കാരം. തുടർന്ന് VS നിയമസഭയിലേക്ക്. അവിടെ IT മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് യുവാക്കളുടെ പ്രശ്നം ഉപക്ഷേപമായി അവതരിപ്പിച്ചു. ഗൗരവമായി ഗവൺമെൻറ് ഇടപെട്ട് ഈ IT മേഖലയിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുശേഷം നിയമസഭയും VSന് പിറന്നാളാശംസകൾ നേർന്നു. ബഹുമാനായ ശ്രീ VS അച്യുതാനന്ദന് 93 വയസ്സ് പൂർത്തീകരിക്കുന്ന ദിവസമാണെന്ന് അദ്ദേഹത്തെ സഭയ്ക്കയുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. നിയമസഭയിൽ നിന്നും തിരികെ ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൌസിലെത്തി. അവിടെ കാത്തുനിന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. അതിന് തിരികെ VSന്റെ വകയും ആശംസ. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. എല്ലാ മാധ്യമങ്ങൾക്കും
93ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴാണ് യുവാക്കളുടെ വിഷയങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ഊർജ്ജസ്വലത ഇപ്പോഴും അതല്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? അതിനിടയിൽ VSന്റെ ഡോക്ടർ ഭരത്ചന്ദ്രൻ പൂച്ചെണ്ടുകളുമായി എത്തി ആശംസയറിയിച്ചു. തുടർന്ന് പായസ വിതരണവും. തൊട്ടുപിന്നാലെ കേക്കുമായി മകൻ അരുൺകുമാർ എത്തിയപ്പോൾ ഭാര്യ വസുമതി VSന് കേക്ക് നൽകി. തിരക്കിനിടയിലും ആശംസകളുമായി എത്തുന്ന ഫോൺ കോളുകൾക്ക് VS മറുപടി നൽകി. VS അഭിനയിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകരും ആശംസകളും സമ്മാനങ്ങളുമായി എത്തിയിരുന്നു. ശേഷം കുടുംബത്തോടൊപ്പം പിറന്നാൾ സദ്യ. ആഘോഷങ്ങൾ അത്രമാത്രം. എന്നാൽ ജനനായകനുള്ള ആശംസകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം ഷീജ, തിരുവനന്തപുരം. 70ാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി പുന്നപ്രയിലും വലിയ ചുടുകാട്ടിലും മാരാരിക്കുളത്തും പതാകകൾ ഉയർന്നു. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉയർത്താനുള്ള പതാക മേനാശ്ശേരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. നാടിന്റെ മോചനത്തിനായി പൊരുതി മരിച്ച ധീരദേശാഭിമാനികളുടെ രക്തസാക്ഷിത്വം ചിരസ്മരണയായാണ് 70ാം വാർഷികം സമുചിതമായി ആചരിക്കുവാൻ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി നാടകവും വാർഷിക വാരാചരണം നടന്നു വരികയാണ്. സമരയോദ്ധാക്കൾ വെടിയേറ്റ് മരിച്ച പുന്നപ്ര സമരഭൂമിയിലും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും മാരാരിക്കുളത്തും ഇന്ന് പതാകകൾ ഉയരും. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉയർത്താനുള്ള രക്തപതാക ജാഥ വ്യാഴാഴ്ച മേനാശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു. ജാഥ നാളെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും. തുടർന്ന് സമരസേനാനി CK കരുണാകരൻ പതാക ഉയർത്തും. വാരാചരണം 27 വയലാറിലാണ് സമാപിക്കുന്നത്. പുന്നപ്ര വയലാർ സമരസേനാനികളെ കൂടാതെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളും വാരാചരണ പരിപാടികളിൽ പങ്കെടുക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.